മലപ്പുറം അരീക്കോട് എസ്.ഒ.ജി ക്യാമ്പിൽ ആത്മഹത്യ ചെയ്ത വിനീതിന് നേരിട്ട സമാന അനുഭവങ്ങൾ തനിക്കുമുണ്ടായിട്ടുണ്ടെന്ന് ക്യാമ്പിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ. മുൻ ഹവിൽദാർ വടകര സ്വദേശി പി.കെ. മുബഷീറാണ് ആരോപണങ്ങളുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത്. ക്യാമ്പിൽ ലീവ് നിഷേധിക്കാറുണ്ടെന്നും ശുചിമുറി കഴുകിപ്പിച്ചിട്ടുണ്ടെന്നും മുൻ ഹവിൽദാർ പറയുന്നു. അർഹതപ്പെട്ട അവധി നൽകിയില്ല. അനാവശ്യമായി കടുത്ത ശിക്ഷാ നടപടികൾ നൽകി. ചട്ടം ലംഘിച്ചാണ് അസിസ്റ്റന്റ് കമാൻഡ് അജിത് എസ്.ഒ.ജിയിൽ തുടരുന്നത്. ഏകാധിപതിയെപ്പോലെയാണ് അജിത്തിന്റെ പെരുമാറ്റം. വ്യക്തിവൈരാഗ്യം തീർക്കാൻ കടുത്ത ശിക്ഷകൾ നൽകിയിരുന്നു. ക്യാമ്പിലെ വനിതാ ജീവനക്കാരിയോട് അജിത് മോശമായി പെരുമാറി. പിന്നീട് അകാരണമായി തന്നെ പിരിച്ചുവിട്ടു. എസ്.ഒ.ജിയിൽ അജിത്തിനെതിരെ നിരവധി പരാതിയുണ്ട്. ഒന്നും പുറത്തു വരാറില്ല. ഒതുക്കി തീർക്കും. വിനീതിന്റെ ആത്മഹത്യയിലും അജിത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് മുബഷീർ ആവശ്യപ്പെട്ടു. 7 വർഷത്തോളം സർവീസിലുണ്ടായിരുന്ന മുബഷീർ 2 വർഷം മുമ്പാണ് തൊഴിൽ പീഡനത്തെ തുടർന്ന് എസ്.ഒ.ജി ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നത്. 7 വർഷത്തെ പോലീസ് കരിയറും 4 വർഷത്തോളം എസ്.ഒ.ജി ക്യാമ്പിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മലപ്പുറം MSDയിലാണ് സർവീസ് നടത്തുന്നത്. 4ാം വർഷം ടെസ്റ്റ് പാസ്സായി. ടെസ്റ്റ് പാസ്സായിട്ടും എന്നെ മാത്രം മദർ ബറ്റാലിയനിലേക്ക് മടക്കി. ആ സമയത്താണ് ക്യാമ്പ് വിട്ട് പോരുന്നത്. 2022 ഏപ്രിൽ 8-നാണ് ക്യാമ്പ് വിടുന്നത്. വ്യക്തിവൈരാഗ്യം തീർത്തതിനാൽ ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനിച്ചത്. SP അജിത്തിന്റെ പീഡനമാണ് ഇതിന് കാരണമായത്. ചില കാര്യങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. ഇത് വൈരാഗ്യത്തിലേക്ക് നയിച്ചു. വിദേശത്ത് നിന്ന് വന്ന ഭാര്യയെ കാണാൻ പോലും അവധി അനുവദിച്ചിട്ടില്ല. എനിക്ക് മാത്രം അവധി ദിവസത്തിൽ പോലും അദ്ദേഹം പരീക്ഷ വെച്ചിട്ടുണ്ട്. എനിക്ക് മുമ്പ് മറ്റൊരു വനിതാ ഉദ്യോഗസ്ഥയും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥയെ ലൈംഗിക ചുവയോടെ അധിക്ഷേപിച്ചപ്പോൾ അവർ പരാതി നൽകി. പിന്നാലെ അനാവശ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവരെ പുറത്താക്കുകയും ചെയ്തു. പീഡനങ്ങൾ ചൂണ്ടിക്കാണിച്ച് താൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇത് സംബന്ധിച്ച് എന്നോട് ഒന്നും സംസാരിക്കാതെയാണ് എന്നെ പുറത്താക്കിയത്, പി.കെ. മുബഷീർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം എസ്.ഒ.ജി ക്യാമ്പിലെ വിനീതിന്റെ ആത്മഹത്യയിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അന്വേഷണം തുടങ്ങും. വിനീതിന് എസ്.ഒ.ജി ക്യാമ്പിൽ തൊഴിൽ പീഡനം നേരിട്ടോ അവധി നിഷേധിക്കപ്പെട്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കും. എസ്.ഒ.ജി ക്യാമ്പിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ആത്മഹത്യയിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരുന്നു. വിനീതിന്റെ മരണത്തിൽ കുറ്റവാളികളെ ശിക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് അരീക്കോട് എസ്.ഒ.ജി ക്യാമ്പിലേക്ക് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് മാർച്ച് നടത്തും. ഞായറാഴ്ചയാണ് ക്യാമ്പിലെ ശുചിമുറിയിൽ തണ്ടർബോൾട്ട് കമാൻഡോ ആയിരുന്ന വിനീത് സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കിയത്. വിനീതിന്റെ മൃതദേഹം വയനാട് തെക്കുംതറയിലെ വീട്ടുവളപ്പിൽ ഇന്നലെ രാത്രി സംസ്കരിച്ചു. അതേസമയം പോലീസുകാരന്റെ ആത്മഹത്യയിൽ ഇന്നു മുതൽ അന്വേഷണം ആരംഭിക്കുകയാണ്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം ആരംഭിക്കുന്നത്.